ഈശോ വസിക്കും കുടുംബം, ഈശോനാഥനായി വാഴും കുടുംബം. ഈശോ വസിക്കും കുടുംബം, ഈശോനാഥനായി വാഴും കുടുംബം. മാതൃപ്രതിവേദി ഡയറക്ടർ നവീൻ അച്ഛ, സ്കറിയ ശ്രാമിക്കൽ അച്ഛ, ആനിമേറ്റർ സിസ്റ്റർ മാർഗരറ്റ് കുന്നേ, ഇന്നേ ദിവസം വിശിഷ്ടാതിഥികളായി ഇവിടെ എത്തിയിരിക്കുന്ന പ്രിയപ്പെട്ട ഗ്രാൻഡ് പേരൻസ്, എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, ഏവർക്കും നമസ്കാരം. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ഈ പ്രോഗ്രാമിനെ വന്നപ്പോൾ മാർഗനിർദ്ദേശനത്തിനായി നമ്മുടെ പ്രിയപ്പെട്ട വൈദികരെ സന്ദർശിച്ചപ്പോൾ ഏറെ സന്തോഷത്തോടെ ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും അവർ തന്ന മാർഗനിർദ്ദേശങ്ങളുമാണ് ഈ ഒരു പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിക്കുവാൻ സാധിച്ചത്. അതിന് ഞങ്ങളെ ഒരുക്കിയ ഞങ്ങളുടെ പ്രിയ ഇടയൻ ജോസ് മുകളേൽ അച്ഛനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. SB കോളേജിൽ MBA ഡിപ്പാർട്ട്മെൻറ്റിൽ പ്രൊഫസറായി സേവനം ചെയ്യുന്ന ബഹുമാനപ്പെട്ട സ്കറിയ ശ്രാമ്പിക്കൽ അച്ഛനെ ഏറെ സ്നേഹത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മാതൃപിതൃവേദിക്ക് കൈത്താങ്ങായി ഞങ്ങളുടെ കൂടെ ആയിരിക്കുന്ന പ്രിയപ്പെട്ട നവീൻ അച്ഛനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് വരാമെന്ന് സമ്മതിക്കുകയും ജോലി തിരക്കുകളുടെ അഭാവത്തിൽ വരാൻ സാധിക്കാതിരുന്ന സഹൃദയ ഹോസ്പിറ്റൽ ഡയറക്ടർ തോമസ് മാളിയേക്കൽ അച്ഛന് സ്വാഗതം. അടുത്തതായി ഞങ്ങളുടെ കൂടെ ഞങ്ങളിൽ ഒരാളായി ഞങ്ങളെ നയിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ആനിമേറ്റർ അമ്മയെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ പ്രോഗ്രാമിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന പിതൃവേദി പ്രസിഡന്റ് ചാക്കോച്ചനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യും. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് എല്ലാ ബുദ്ധിമുട്ടുകളും അവഗണിച്ച് ഇവിടെ എത്തിച്ചേർന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഇന്നിവിടെ സന്നിഹിതരായിരിക്കുന്ന മാതൃപിതൃവേദി അംഗങ്ങൾക്കും മറ്റ് ഇടവക അംഗങ്ങൾക്കും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം നേരുന്നു. ഇന്നേ ദിവസം ഏവർക്കും സന്തോഷപ്രദമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഏറെ സ്നേഹ ബഹുമാനപ്പെട്ട വികാരിയച്ച, ശ്രാമ്പിക്കലച്ച, നവീനച്ച, ആനിമേറ്റർ സിസ്റ്റേഴ്സ്, മാതൃവേദി പ്രസിഡന്റ് സ്മിത, മറ്റ് നമ്മുടെ ഇന്ന് ആദരിക്കപ്പെടുന്ന വ്യക്തികളായി ഇവിടെ എത്തിയിരിക്കുന്ന ഗ്രാൻഡ് പേരൻസ് അംഗങ്ങളെ, ഏറെ സന്തോഷത്തോടെയാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത്. എത്രയോ സന്തോഷകരമായ ഒരു കാര്യമാണ് വല്യമ്മയും വല്യപ്പച്ചനും ഉള്ള ആ ഒരു നാമധേയം നിങ്ങൾക്ക് വഹിക്കാൻ സാധിക്കുന്നതിൽ ഏറെ അഭിമാനിക്കുന്നു. നിങ്ങളുടെ ഇവിടെ 5 മക്കളും അതിനു മുകളിൽ ഉള്ള മക്കളുള്ളവരെ ആദരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇവിടെ ആയിരിക്കുവാൻ ദൈവം നിങ്ങൾക്കൊരു അവസരം തന്നിരിക്കുകയാണ്. അതിനേക്കാൾ നല്ല ഒരു മാതൃകയാണ് നമ്മുടെ നസ്രസിലെ തിരുക്കുടുംബം. ഇവിടെ നിങ്ങളുടെ മുൻപിലായിരിക്കുന്നവർ 25-50 വർഷം വിവാഹ ജീവിതത്തിൻ്റെ നാളുകൾ കഴിഞ്ഞവരാണ്. ഇത്രയും നാളത്തെ നിങ്ങളുടെ ഒരുമിച്ചുള്ള പ്രവൃത്തിയും ഒരുമിച്ചുള്ള പ്രാർത്ഥനയും ഒരുമിച്ചുള്ള ഭക്ഷണം കഴിക്കലും ഒരുമിച്ചുള്ള ഉറക്കത്തിലും ഏറ്റവും സന്തോഷകരമായ ജീവിതമാണ് നിങ്ങളിവിടെ നയിക്കുന്നതിൽ ഏറെ അഭിമാനിക്കുന്നു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വിവാഹബന്ധം വേർപെടുത്തുന്ന ഈ സാഹചര്യത്തിലും നിങ്ങളുടെ ഉറച്ച തീരുമാനത്തിലൂടെ മുൻപോട്ട് പോകുന്നതിൽ നിങ്ങളേറെ അഭിമാനിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്നു.
ഇന്നത്തെ ദിവസത്തിൻ്റെതായ ഇന്നത്തെ കാലത്തെ വല്യപ്പനും കൊച്ചുമക്കളും അടങ്ങുന്ന കുടുംബം വളരെ ചുരുങ്ങിയ ഭവനങ്ങളിൽ മാത്രമേ ഉള്ളൂ. ആ വല്യപ്പൻ്റെയും വല്യമ്മയുടെയും ആ ഒരു ആശീർവാദവും പ്രാർത്ഥനയും കിട്ടാതെ പല മക്കളും വിദൂരയിലായിരിക്കുകയും ചെയ്യുന്നു. എങ്കിലും ആ വല്യപ്പനും വല്യമ്മയ്ക്കും കൊച്ചുമക്കളോടെ ആയിരിക്കുന്നത് ഏറെ സന്തോഷകരമായ ഒരു ജീവിതം, ആ സന്തോഷം നൽകുന്നതാണ്. ഇന്നേ ദിവസത്തിൻ്റെതായ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും ഒത്തിരി സ്നേഹപൂർവ്വം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജോസച്ച, നവീനച്ച, വേദിയിലിരിക്കുന്ന ആളുകളെ, എനിക്ക് ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സാധാരണയായിട്ട് നമ്മൾ ഈ ടൂറിനൊക്കെ പോകുമ്പോൾ, തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ കന്യാകുമാരിയും കൂടെ അവിടെ ടൂറിൻ്റെ ഒരു പാക്കേജായിട്ട് കാണും. കന്യാകുമാരി പോവുകയാണെങ്കിൽ ഇവിടുന്ന് രാത്രി പോയി രാവിലെ അവിടെ എത്തിച്ചേരണം എന്നുള്ളത് സാധാരണയായിട്ട് പറയും. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ചെന്നാൽ സൂര്യോദയം കാണാൻ വേണ്ടി എന്നുള്ള രീതിയിൽ പറയും. മറ്റൊരു കൂട്ടർ പോകുന്നത് ഇവിടെ നിന്ന് രാവിലെ പോയി കഴിഞ്ഞ് തിരുവനന്തപുരത്തുമൊക്കെ കറങ്ങിയതിന് ശേഷം വൈകുന്നേരമാകുമ്പോൾ കന്യാകുമാരിയിൽ ചെല്ലുന്നുണ്ട്. അവരെന്തിനാണെന്ന് ചോദിച്ചാൽ സൂര്യാസ്തമയം കാണാനായിട്ടാണ്. അപ്പോൾ സൂര്യോദയം പോലെ തന്നെ സൂര്യാസ്തമയവും കണ്ണിന് കുളിർമയും ശാന്തതയും ഒക്കെ നൽകുന്നതാണ്. അപ്പം നമ്മുടെ ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു സൂര്യാസ്തമയത്തിൻ്റെതായ രീതിയിലാണ്. ഉത്തരവാദിത്വങ്ങളിൽ നിന്നൊക്കെ ഒത്തിരിയേറെ അധ്വാനിച്ചു, അതിനുശേഷം ശാന്തമായ ഒരു ജീവിതത്തിൻ്റെ അസ്തമയ ആ സൗന്ദര്യത്തിലേക്ക് നമ്മളായിരിക്കുകയാണ്. ആ ഒരു സൗന്ദര്യത്തിൽ നമ്മൾ മനസ്സിലാക്കുക, നമ്മളുടെ ഉത്തരവാദിത്വങ്ങൾ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മുടെ പേര് നമ്മളിപ്പോൾ അറിയപ്പെടുന്നത് ഗ്രാൻഡ് പേരൻസ് എന്നുള്ളതാണ്. അതിന് എന്നാ അർത്ഥം കൊടുത്തെന്ന് പറഞ്ഞാലും ഗ്രാൻഡ് എന്ന വാക്കിന് ശ്രേഷ്ഠത എന്നൊരർത്ഥമുണ്ട്. ഗ്രാൻഡ് പരിപാടി വളരെ ഗ്രാൻഡായിരുന്നു എന്ന് പറഞ്ഞാൽ വളരെ ശ്രേഷ്ഠമായിരുന്നു എന്നാണ്. അപ്പോൾ ഈ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് സമൂഹം ചാർത്തി തന്നിരിക്കുന്ന പദവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രേഷ്ഠരായ മാതാപിതാക്കളാണ്. അതുകൊണ്ടാണ് നിങ്ങളെ ഗ്രാൻഡ് പേരൻസ് എന്ന് വിളിക്കുന്നത്. ശ്രേഷ്ഠരെന്ന് വിളിക്കാൻ കാരണം എന്താണ്? കഷ്ടപ്പാടിൻ്റെ കാലങ്ങളിലൂടെ നിങ്ങളുടെ മക്കളെ നിങ്ങൾ വളർത്തി നല്ല രീതിയിൽ പരിപാലിച്ച്, ചിലപ്പോഴൊക്കെ പാളിച്ചകളൊക്കെ ഉണ്ടായിരിക്കും, എങ്കിലും അഭിമാനത്തോടുകൂടി നമ്മുടെ മക്കളെയൊക്കെ ഏതെങ്കിലുമൊക്കെ നിലയിലാക്കി അവരുടെ കൊച്ചുമക്കളെയും ഒക്കെ പരിപാലിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ആ ശ്രേഷ്ഠത ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോർക്കുക, നിങ്ങൾ ശ്രേഷ്ഠരാണ്. ആ ശ്രേഷ്ഠത കൈവിടാതെ ജീവിക്കാനായിട്ട് എൻ്റെ പ്രിയപ്പെട്ട അച്ചാച്ചന്മാരും അമ്മച്ചിമാരും തയ്യാറാവണം. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, ഈശോ പറയുന്ന ഒരു വലിയ കാര്യമുണ്ട്. ഈശോ ചിലരെ നോക്കിയിട്ട് പറയുകയാണ്, നിങ്ങൾ എൻ്റെ സമാധാനത്തിലേക്ക് പ്രവേശിക്കുകയില്ല എന്ന് കർശനമായിട്ട് ചിലരോട് പറയുന്നുണ്ട്. വേറെ ചിലരോട് പറയുന്നുണ്ട്, നിങ്ങൾ എൻ്റെ സമാധാനത്തിലേക്ക് പ്രവേശിക്കുമെന്ന്. നമ്മൾ എന്നും പ്രാർത്ഥിക്കേണ്ടത് ജീവിതത്തിൻ്റെ സായാഹ്ന ഘട്ടങ്ങളിലാണ്. നമ്മൾ ഒത്തിരിയേറെ തിരക്കോടുകൂടിയുള്ള ജീവിതങ്ങൾ നമുക്കുണ്ടായിരുന്നു. ഇനി നമുക്ക് സമാധാനം നൽകണം. ഈശോയെ, അങ്ങയുടെ സമാധാനത്തിലേക്ക് എന്നെ പ്രവേശിപ്പിക്കണമേ എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കണം. കാരണം ലോകത്തിൻ്റേതായ രീതികളിലൊക്കെ കഴിഞ്ഞു. ഇനിയും നമ്മുടെ ഉത്തരവാദിത്വം വീട്ടിൽ സമാധാനമുണ്ടാവുക, വ്യക്തി ജീവിതത്തിൽ സമാധാനമുണ്ടാവുക എന്നുള്ളതാണ്. നമുക്കറിയാം, കുട്ടികളെ, ഇന്നത്തെ തലമുറയിലെ കുട്ടികളുടെ പ്രത്യേകത അറിയാം. ഞാനൊരു അധ്യാപകനായതുകൊണ്ടും കൂടെ എനിക്കറിയാം. ഞാൻ പഠിപ്പിക്കുന്ന കുഞ്ഞുങ്ങൾ എത്രമാത്രം വ്യത്യാസമുണ്ട്. നമ്മൾ പറയുന്നതൊക്കെ അവർക്ക് അംഗീകരിക്കാൻ പോലും സാധിക്കുന്നില്ല. അവരെ നമുക്ക് കുറ്റപ്പെടുത്താനേ സാധിക്കത്തില്ല. കാരണം അവരുടെ ലോകം അതുപോലെയാണ്. നമുക്കൊരിക്കലും അവരുടെ ആ തലത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുന്നില്ല. നമുക്കൊരിക്കലും സ്വീകരിക്കാൻ മേലാത്ത, നമ്മളൊക്കെ കണ്ടുപഠിച്ച അല്ലെങ്കിൽ നമ്മളോട് മാതാപിതാക്കൾ പറഞ്ഞ ആ രീതികളിലുള്ള ഒരു സംസ്കാരമല്ല ഇപ്പോഴും. അത് ഈ ലോകത്തിൻ്റെതാണ്. അവരെയും നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവരാ സംസ്കാരത്തിൻ്റെതാണ്. അപ്പം ഈ ഒരു ജനറേഷൻ ഗ്യാപ്പ് ഭയങ്കരമാണ് ഈ ഇത് തമ്മിലുള്ളത്. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ശ്രേഷ്ഠത കൊണ്ട് നല്ല മാതൃക കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. ഒരുപക്ഷെ നമ്മൾക്ക് അവരെ ഉപദേശിച്ച് നന്നാക്കാൻ പറ്റുമോ എന്നുള്ളത് സംശയമാണ്. ഞങ്ങളുമൊക്കെ കോളേജിലും കണ്ടുകൊണ്ടിരിക്കുന്നത്, ഉപദേശിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെ നന്നാക്കാനായിട്ട് സാധിക്കത്തില്ല. കാരണം അതിൻ്റെയും അപ്പുറത്തുള്ള സ്വാധീനങ്ങളിലാണ് നമ്മുടെ പ്രിയപ്പെട്ടവർ. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? നല്ല മാതൃക കൊടുക്കുക. ശ്രേഷ്ഠമായ പെരുമാറ്റം കൊണ്ട് നമ്മളുടെ കൊച്ചുമക്കളുടെ കൂടെ ജീവിക്കുവാനായിട്ട് നമ്മൾ തയ്യാറാവുക എന്നുള്ളതാണ്. അതുകൊണ്ട് എന്നെങ്കിലുമൊക്കെ ഈ കുഞ്ഞുങ്ങൾ നമ്മുടെ ശ്രേഷ്ഠത കണ്ടെത്തി നിൽക്കുവാനായിട്ടും സാധിക്കും എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. പണ്ട് പൗത്തിൽ പിതാവ് പറയുന്ന ഒരു വലിയൊരു കാര്യമുണ്ടായിരുന്നു. വിശ്വാസം കലർപ്പ് കൂടാതെയും കുറവ് കൂടാതെയും തലമുറകളിലേക്ക് പങ്കുവയ്ക്കണമെന്നുള്ളത്.
ഞങ്ങളുടെ പഴയ യുവദീപ്തി പൂർവ്വകാല പ്രവർത്തകനൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പം നിങ്ങൾ എന്നും പറഞ്ഞുകൊണ്ടിരുന്ന ഇത് നമ്മുടെ വലിയ ലക്ഷ്യമാണ്. നമുക്ക് വലിയ പാരമ്പര്യമുണ്ട്, സുറിയാനി ക്രിസ്ത്യാനികളുടെ വലിയ പാരമ്പര്യം. അത് കലർപ്പ് കൂടാതെയും കുറവ് കൂടാതെയും നമ്മുടെ മക്കളിലേക്കും കൊച്ചുമക്കളിലേക്കും പകർത്തുക എന്നുള്ള വലിയ ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട അച്ചാച്ചന്മാർക്കും അമ്മച്ചിമാർക്കും ഈ ദിവസത്തിൻ്റെ എല്ലാ നന്മകളും ഓർക്കുന്നു. നമ്മളുടെ പേരിന് ഉപകാരപ്പെടുന്ന രീതിയിൽ നമ്മൾ ജീവിക്കുക. ഗ്രാൻഡ് പേരൻസ് ആണ്, ശ്രേഷ്ഠരായ മാതാപിതാക്കളാണ്. അപ്പോൾ ആ ശ്രേഷ്ഠത കൈവിടാതെ ജീവിക്കുവാനും നമ്മൾക്ക് ലഭിച്ച, നമ്മുടെ പൂർവ്വപിതാക്കളിൽ നിന്ന് ലഭിച്ച വിശ്വാസം കലർപ്പ് കൂടാതെയും കുറവ് കൂടാതെയും നമ്മുടെ കൊച്ചുമക്കളിലേക്ക് പകർന്നു കൊടുക്കുവാനും നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇന്നിവിടെ വരാനായിട്ട് സാധിച്ചതും വലിയൊരു അനുഗ്രഹമായിട്ട് തന്നെ ഞാൻ കരുതുകയാണ്. എല്ലാവിധ നന്മകളും എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഭാരവാഹികളെ, അംഗങ്ങളെ, ഏറ്റവും പ്രിയപ്പെട്ട ഗ്രാൻഡ് പേരൻസ്, ഞാൻ നീട്ടുന്നില്ല, കാരണം നിങ്ങളും വിശന്നിരിക്കുകയാണ്. അതിനേക്കാളുപരി നമ്മുടെ ജീവിതത്തിലൂടെയാണല്ലോ നമ്മൾ ആദരവ് കാണിക്കേണ്ടത്. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവിധ മംഗളങ്ങളും നേരുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ട ഒരു കാര്യമുണ്ട്. എൻ്റെ അച്ചാച്ചൻ, എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ അച്ചാച്ചൻ വളർത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരിക്കൽ പോലും അച്ചാച്ചൻ, ഞാൻ കുഞ്ഞാച്ചൻ എന്നാണ് വിളിക്കുന്നത്, ഒരിക്കലും ഒരു ഡാൻസ് കളിച്ച് കണ്ടിട്ടില്ല. ഒന്ന് കൈകൊട്ടുന്നത് പോലും അന്ന് കണ്ടിട്ടില്ല, കാരണം ജീവിത വ്യഗ്രതയ്ക്കിടയിൽ. എന്നാൽ 80 വയസ്സൊക്കെ ആകുമ്പോൾ എൻ്റെ ചേട്ടൻ്റെ മക്കളെയും അവരുടെ കൊച്ചുമക്കളെയൊക്കെ വളർത്തുന്ന ഒരു സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. അവരുടെ ഇടയ്ക്ക് കൈ ഇങ്ങനെ കൊട്ടി പാട്ടിനോടൊത്ത് ചുവട് വയ്ക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരിക്കലും പണ്ട് ചെയ്യാത്തൊരു കാര്യം ഈ ഒരു പ്രായത്തിൽ, ഇപ്പോൾ അച്ചാച്ചന് 96 വയസ്സുണ്ട്. ഇന്ന് അച്ചാച്ചൻ്റെ ജന്മദിനമാണ്. അപ്പോൾ ഞാനതുകൂടെ പ്രത്യേകം ഓർക്കുന്നു. 96 വയസ്സ് ആവുകയാണ്. അപ്പോൾ ഞാനതും ഓർക്കുകയാണ്. അപ്പോൾ ഈ ഒരു പ്രായത്തിൽ ഇപ്പോൾ ഈ ഒരു മാസം 2 മാസവും ഞാനിവിടെ വന്ന് അതിൻ്റെ 2 ദിവസം മുമ്പ് കിടപ്പായിപ്പോയി. അതിന് മുമ്പ് വരെ ഇങ്ങനെ നടക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഈ കൊച്ചുങ്ങളെ, മുത്തശ്ശനാണല്ലോ, അപ്പോൾ കുഞ്ഞുങ്ങളെ കൂടെ കളിക്കുന്നതും കൈകൊട്ടുന്നതും ഡാൻസ് കളിക്കുന്നതും ഒക്കെ ഞാൻ സന്തോഷത്തോടെ കണ്ടിട്ടുണ്ട്. നിങ്ങളും അങ്ങനെ തന്നെയായിരിക്കും ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ ഇതിനകത്ത് മുത്തശ്ശന്മാരുണ്ടല്ലേ, മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും ഉണ്ട്. അതോടൊപ്പം തന്നെ വല്യപ്പനും വല്യമ്മയുണ്ട്. അപ്പോൾ നിങ്ങളുടെ മനസ്സും അങ്ങനെ സന്തോഷം കൊണ്ട് നിറയുന്നുണ്ട്. നിങ്ങളെ ദൈവം അനുഗ്രഹിച്ചതിനെ പ്രതി പ്രത്യേകം ദൈവത്തിന് നന്ദി പറയുന്നു. നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ ഒത്തിരി കടപ്പെട്ടവരാണ്. കാരണം നിങ്ങളുടെ അധ്വാനമാണ് ഞങ്ങൾ എന്തായിരിക്കുന്നുവോ അതിൻ്റെ പിന്നിൽ. ഞങ്ങൾ ആസ്വദിക്കുന്നത് എന്താണോ അത് നിങ്ങളുടെ കഷ്ടപ്പാടിൻ്റെ ഫലമാണ് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. അതുകൊണ്ട് നിങ്ങളെ ആദരവോടെ ഞങ്ങൾ കാണുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സന്തോഷത്തോടെ ഇരിക്കുവാൻ നിങ്ങൾക്ക് പ്രാപ്തി ഉണ്ടാകട്ടെ, കർത്താവിൻ്റെ കൃപയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഫാദർ സ്കറിയാസ് റാമ്പക്കിലിനെ ക്ഷണിക്കുന്നു. ക്ഷമിക്കണം, ഫാദർ രാജേഷ് മാളിക്കലിനെ ക്ഷണിക്കുന്നു. അടുത്തതായി VJ ആന്റണി ഗ്രേസ് ദമ്പതികൾ. അവർക്ക് 11 കൊച്ചുമക്കളാണുള്ളത്. അവരെയും പൊന്നാട അണിയിച്ച് ഉപഹാരങ്ങൾ നൽകാൻ ക്ഷണിക്കുന്നു. അടുത്തതായി KT തോമസ് അമ്മിണി കളത്തിൽ. 11 കൊച്ചുമക്കളാണുള്ളത്. അവരെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആന്റണി മറിയാമ്മ ശുദ്ര പൊൻവേലി 9 കൊച്ചുമക്കളുള്ളത്. മാത്യു മറിയാമ്മ മടത്തിൽ പറമ്പിൽ 9 കൊച്ചുമക്കളുണ്ട്. ജോസഫ് ചെറിയാൻ അന്നമ്മ വാഴപ്പള്ളി 8 കൊച്ചുമക്കളുള്ളത്. അച്ചായ മാത്രമേ ഉള്ളൂ, അമ്മച്ചി വന്നിട്ടില്ല. ജോസഫ് ചെറിയാൻ അന്നമ്മ. രാജു ചാണ്ടി
8 കൊച്ചുമക്കളുള്ള അമ്മച്ചിയെ ചച്ചൻ. മൈക്കിൾ ജെസിയമ്മ ശുദ്രപൊന്മേരി. KM ജോസഫ് മേരിക്കുട്ടി കുറച്ചേരി. KM ജോസഫ് മേരിക്കുട്ടി കുറച്ചേരി. കൈയടിക്കുക കേട്ടോ എല്ലാവരും. MM മാത്യു റോസമ്മ വെളിമ്പറമ്പിൽ. രാജു പുത്തൂരാൻ, ഷീല പുത്തൂരാൻ. മാത്യു ചാക്കോ മറിയാമ്മ വാളംപറമ്പിൽ. മൈക്കിൾ ആന്റണി എലിസമ്മ ഉണ്ണേച്ചുപറമ്പിൽ. വർഗീസ് ബേബി വർഗീസ് കൊല്ലംപറമ്പിൽ. സണ്ണിക്കുട്ടി കുഞ്ഞമ്മ കുട്ടിച്ചിറ. ജോസുകുട്ടി എൽസമ്മ ചാവറ. ജോസുകുട്ടി എൽസമ്മ ചാവറ. PC കുര്യൻ ഗ്രേസമ്മ പുത്തൻപുരയ്ക്കൽ. ജോർജ് റോസമ്മ മംഗലശ്ശേരി. കൈയടിക്ക്, സ്വരമില്ല. അഗസ്റ്റിൻ ഏലിയാമ്മ മുല്ലശ്ശേരി. ചായ ഉണ്ട്, കൈയടിച്ചോ. മൈക്കിൾ സലോമി മുട്ടുങ്കൽ. തോമസ് അൽഫോൻസ വള്ളികാട്. MJ മാത്യു ഗ്രേസി മാവുങ്കൽ. കൈയടിക്കേ. CT കുര്യാക്കോസ് മേരി പുത്തൻവീട്. ജോർജ് വർഗീസ് റീറ്റ പഞ്ഞിമരം. ജോർജ് കുട്ടി മോളി കുറച്ചേരി. തൊമ്മി ജോസഫ് റോസമ്മ തട്ടുങ്കൽ. തൊമ്മി ജോസഫ് റോസമ്മ തട്ടുങ്കൽ. ആന്റണി തോമസ് ലീലാമ്മ തട്ടുങ്കൽ. സെബാസ്റ്റ്യൻ ദേവസ്യ ലാലിമ്മ കല്ലുപുരയ്ക്കൽ. ദേവസ്യ PA മേരി പുളിക്കാശ്ശേരി.
പുത്തൻവീട്. CT കുര്യാക്കോസ് മേരി പുത്തൻവീട്. ആരുടെയെങ്കിലും പേര് വിളിക്കാനുണ്ടോ ഇനി? അച്ഛൻ്റെ പേര് ഫ്രാൻസിസ് പൈലോ പടിഞ്ഞാറ വീട്. ജോജി റൂബി വന്യംപറമ്പിൽ. ലീലാമ്മ തോമസ് കോക്കോത്ത്. ആരുടെയും പേര് വിളിക്കാൻ വിട്ടുപോയിട്ടുണ്ടോ? നിങ്ങൾ ഇപ്പോൾ വന്നിട്ടുള്ളവരിൽ ആരെങ്കിലും 5-ൽ കൂടുതൽ കൊച്ചുമക്കളുള്ളത്? ഇല്ല. അടുത്തതായി മറുപടി പ്രസംഗത്തിനായി തോമസ് വള്ളികാടനെ ക്ഷണിക്കുന്നു. പണ്ടാരച്ചിറ. എൻ്റെ മോളുടെ വൈദികരെ, അവരുടെ സിസ്റ്റേഴ്സ്, തത്തമ്പള്ളിയിലെ പിതൃ മാതൃവേദി പ്രവർത്തകരെ, എനിക്ക് വളരെ പ്രിയപ്പെട്ട എൻ്റെ വല്യപ്പന്മാർ, വല്യമ്മമാർ, എൻ്റെ സഹപ്രവർത്തകർ, ഒത്തിരി സ്നേഹമുണ്ട്, അതിനേക്കിടേറെ അഭിമാനമുണ്ട്. ഇനി ഞാൻ വല്യപ്പനാണെന്ന് എനിക്ക് തോന്നൽ, നമുക്കെല്ലാവർക്കും അങ്ങനെ തോന്നലുണ്ട്. ഞാൻ 2011 ഒരു ദിവസത്തെക്കുറിച്ച് ഓർമ്മ വന്നത്. എനിക്ക് സെപ്റ്റംബർ 1-ാം തീയതി, അന്ന് ഗ്രാൻഡ് ഫാദേഴ്സ് ഡേ ആണ്. അന്ന് ഞാൻ ഭാഗ്യത്താൽ ആദ്യമായി ഗ്രാൻഡ് ഫാദറായ ദിവസം കൂടാണ്. എൻ്റെ മൂത്ത മകൻ ഐപ്പിൻ്റെ കൊച്ചുമകൻ കൊച്ചൈപ്പ് ജനിച്ചത് സെപ്റ്റംബർ 1-ാം തീയതിയാണ്. അന്ന് മുതൽ ഞാൻ എപ്പോഴും പറയും ഗ്രാൻഡ് ഫാദേഴ്സ് സൺ എന്ന് പറയും. അതൊരു നേരെ ക്രെഡിറ്റാണ്. എപ്പോഴും വല്യപ്പനും വല്യമ്മയും ഒരു കുടുംബത്തിൻ്റെ വിളക്കാണ്, ഐശ്വര്യമാണ്. ഇന്ന് തന്ന ഉപഹാരം എനിക്ക് അതിനേക്കാൾ വളരെ അഭിമാനത്തോടു കൂടിയാണ് സ്വീകരിക്കുന്നത്. കാരണം പലർക്കും അറിയില്ല ജോവാക്കിയും അന്നയും ആരാണെന്ന്. മാതാവിൻ്റെ മാതാപിതാക്കളാണ് ജോവാക്കിയും അന്നയും. അത് കുടുംബത്തിൽ പലപ്പോഴും സ്ഥാപിക്കപ്പെടേണ്ട ഒരു ചിത്രമായിട്ട് കൂടിയാണ് ഞാൻ കരുതുന്നത്. ഈ ചിത്രം തിരഞ്ഞെടുത്ത വ്യക്തി ആരാണെങ്കിലും അവർക്ക് പ്രത്യേക അഭിനന്ദനം കൂടി ഞങ്ങൾ പിതാക്കന്മാർ അറിയിക്കുകയാണ്. വളരെ സ്നേഹത്തോടു കൂടി തന്നെയാണ് പറഞ്ഞത്, ആത്മാർത്ഥത കൂടിയാണ്. ഇത്തരത്തിൽ തുടർന്നും നമുക്ക് എല്ലാവിധത്തിലുള്ള സഹപ്രവർത്തകരുടെ സേവനങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ സനാമികച്ചൻ എന്നെ ഓർക്കുമെന്ന് എനിക്കൊരു ഭയമുണ്ടായിരുന്നു. തീർച്ചയായിട്ടും 1972 ഞാൻ ചങ്ങനാശ്ശേരിയിലെ യുവജന പ്രസ്ഥാനമായ യുവദീപ്തിയിൽ ആദ്യമായി അംഗം ആകുന്ന ഡിസംബർ 3-ാം തീയതി അന്നത്തെ ആ ഔപചാരികമായ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാൻ ഭാഗ്യം കിട്ടിയ ഒരു വ്യക്തിയാണ് ഞാൻ. അന്നു മുതൽ ഞാൻ ഈ സംസ്ഥാനത്തിലെ KCYM പ്രസ്ഥാനമായിട്ടും യുവദീപ്തി പ്രസ്ഥാനമായിട്ടും ഒക്കെ ഒരുപാട് പ്രവർത്തനത്തിൽ ചേർന്നിരുന്നു. എൻ്റെ വിവാഹത്തിൻ്റെ അന്ന് എൻ്റെ കല്യാണക്കുറി കണ്ട് പടികൾ പിതാവ് എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, തോമസിന് എന്തടിസ്ഥാനത്തിലാണ് ഈ കല്യാണക്കുറിയിൽ ഇങ്ങനെ ഒരു വരി എഴുതി ചേർത്തതെന്ന്. ആ വരി ഇതാണ്: ഇൻവിറ്റേഷൻ ഓഫ് ഹോളി വെഡിങ് ഓഫ് തോമസ് വള്ളികാടൻ.
കൂദാശ, വിവാഹമെന്ന കൂദാശ പലപ്പോഴും പലരും വെഡിങ് എന്ന പേരിൽ ആണ് പറയുന്നത്. ഇറ്റ്സ് ഹോളി വെഡിങ് എന്ന് പറയാനുള്ള തൻ്റെ ഇടം പിതാക്കന്മാർക്കുണ്ടാകണം. അതാണ് നമ്മുടെ മക്കളുടെ വിവാഹത്തിലെല്ലാം നമ്മൾ വേണ്ടത്. അപ്പോഴാണ് നമുക്ക് സമ്പന്നമായ കുടുംബജീവിതത്തിനകത്ത് സ്നേഹമുള്ള മക്കളും കൊച്ചുമക്കളും ജാതരാകുന്നത്. എല്ലാവരും സന്തോഷത്തോടുകൂടി ഈ ഉപഹാരം സ്വീകരിച്ചതിന് നിങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ പിതാക്കന്മാരുടെയും വല്യപ്പന്മാരുടെയും വല്യമ്മമാരുടെയും പേരിലുള്ള ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ചാക്കോച്ചൻ, പിതൃവേദി പ്രസിഡന്റ് ചാക്കോച്ചൻ, നമ്മുടെ ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ, കൊച്ചച്ഛൻ, ശ്രാമ്പിക്കലച്ഛൻ. ഇപ്പോൾ നമുക്ക് സമയം ഏതാണ്ട് അതിക്രമിച്ചിരിക്കുന്നു. നന്ദി പറയുക എന്ന കടമയാണ് എനിക്കുള്ളത്. അപ്പോൾ അത് ഹ്രസ്വമായിട്ട് തന്നെ നന്ദി അർപ്പിച്ച് മുന്നോട്ട് പോകും. അപ്പോൾ എല്ലാവരും സംസാരിച്ചതിനോട് ചേർത്തുകൊണ്ട് തന്നെ പറയുകയാണ്, നമ്മൾ തലമുറകളെ ഇണക്കുന്ന കണ്ണികളാണ് നമ്മുടെ ഗ്രാൻഡ് പേരൻസ് എന്നുള്ളതാണ് നമ്മുടെ ഒരു ചിന്ത. അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ എൻ്റെ വീട്ടിലാണെങ്കിൽ എനിക്കൊരു മകൾ മാത്രമാണുള്ളത്. അതിന് അനിയനുണ്ട്. അനിയൻ ചാലക്കുടിയിൽ. അപ്പോൾ അമ്മയും അപ്പനും അങ്ങോട്ടാണ് പോയിരിക്കുന്നത്. ഇപ്പോൾ അവർ നിലവിൽ അവിടെയാണ് താമസിക്കുന്നത്. വെക്കേഷനൊക്കെ വരും. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് എൻ്റെ മകൾക്കാണ്. കാരണം എനിക്കും അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് ഫാമിലിക്കും ഉണ്ട്. രാത്രി ഒരു 8 മണി കഴിഞ്ഞാൽ ഉടനെ മകൾ അമ്മയെ വിളിക്കും. അങ്ങോട്ട് വിളിച്ച് എന്നെ കണ്ടില്ലെങ്കിൽ ഉടനെ വിളിച്ച് അമ്മ എന്നെ ഫോൺ വിളിക്കും, നേരെ വീട്ടിൽ പോകാൻ പറഞ്ഞ്. അങ്ങനെ ഈ തലമുറകളെ തമ്മിൽ ഇണക്കുന്ന ഒരു ബന്ധം എനിക്ക് അനുഭവത്തിലുള്ളതാണ്. ഇനി ഈ ഗ്രാൻഡ് പേരൻസിനോട് പറഞ്ഞ കൂടുതലായ കാര്യങ്ങളൊന്നും എനിക്ക് പറയാനില്ല. നമ്മുടെ ഈ കുട്ടികളുടെ അല്ലെങ്കിൽ കൊച്ചുമക്കളുടെ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നമ്മളുടെ കാര്യങ്ങൾ കൂടി അല്പം ഒന്ന് ശ്രദ്ധിക്കാനായിട്ട് മാത്രമേ, ഒരു ഉപദേശമല്ല, എനിക്കൊന്ന് ഓർമ്മിപ്പിക്കാനുള്ളൂ. നമ്മുടെ ശാരീരികമായിട്ടുള്ള അവസ്ഥകളും ഒക്കെ ഇടയ്ക്ക് ഹോസ്പിറ്റലിൽ പോകാനുള്ള ആവശ്യമുള്ള ചെക്കപ്പും ഒക്കെ നമ്മൾ ഒന്ന് ചെയ്ത് നമ്മുടെ കാര്യങ്ങൾ കൂടി, ഇനി ചെറിയ ചെറിയ സന്തോഷങ്ങൾ നമുക്കുണ്ടാവും. ആ സന്തോഷങ്ങൾക്ക് കൂടി സമയം കണ്ടെത്താൻ നമുക്ക് സാധിക്കണമെന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കടമയിലേക്ക് കിടക്കുകയാണ്. ഈ യോഗത്തിന് അധ്യക്ഷ പദവി അലങ്കരിച്ചത് പിതൃവേദിയുടെ പ്രസിഡന്റ് പ്രിയപ്പെട്ട ചാക്കോച്ചനാണ്. ഇതിനെ എല്ലാം ചുക്കാൻ പിടിച്ചുകൊണ്ട് ചാക്കോച്ചനുണ്ടായിരുന്നു. വികാരിയച്ഛനോടൊപ്പം ചാക്കോച്ചനുണ്ടായിരുന്നു. ചാക്കോച്ചനെ ഏറെ സ്നേഹത്തോടെ മാതൃപിതൃവേദിക്ക് വേണ്ടി നന്ദി അർപ്പിക്കും. നമുക്ക് മുഖ്യപ്രഭാഷണം നടത്തിയത് ബഹുമാനപ്പെട്ട സ്കറിയാസ് റാമ്പിക്കൽ അച്ഛനാണ്. അച്ഛൻ വളരെ മികച്ച വളരെ നല്ല ഒരു പ്രസംഗമാണ് ഇവിടെ നമുക്ക് വേണ്ടി അവതരിപ്പിച്ചത്. നമുക്ക് ജീവിതത്തിലേക്ക് ഇനി മുന്നോട്ട് ധാരാളം അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് കൂടി അച്ഛൻ നമുക്ക് ആശംസിക്കേണ്ട. അച്ഛനെ ഏറെ സ്നേഹത്തോടെ മാതൃപിതൃവേദിക്ക് വേണ്ടി നന്ദി അർപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ മുകുളേലച്ഛന് നമ്മുടെ ഈ പരിപാടികൾക്കെല്ലാം എന്ത് കാര്യങ്ങൾ നമ്മുടെ മാതൃപിതൃവേദിക്ക് വേണ്ടി പറയുമ്പോഴും അച്ഛൻ വളരെ സന്തോഷത്തോടുകൂടി അത് നിങ്ങൾ നടത്തിക്കോ, ഞാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ എപ്പോഴും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രീതിയാണ് അച്ഛനുള്ളത്. അച്ഛൻ ഇവിടെ ആദ്യന്തം ഈ മീറ്റിങ്ങിൽ പങ്കെടുത്തു. അച്ഛനെ ഏറെ സ്നേഹത്തോടു കൂടി മാതൃപിതൃവേദിക്ക് വേണ്ടി നന്ദി അർപ്പിക്കുക. അതോടൊപ്പം നമ്മുടെ രാജേഷച്ചനുണ്ട്. രാജേഷച്ചൻ നമ്മളുടെ എല്ലാ കാര്യങ്ങൾക്കും പൂർണ്ണമായും സഹകരിക്കുന്ന വ്യക്തിയാണ്. അച്ഛനെ ഏറെ സ്നേഹത്തോടുകൂടി മാതൃപിതൃവേദിക്ക് വേണ്ടി നന്ദി അർപ്പിക്കുകയാണ്. അതോടൊപ്പം നവീനച്ഛൻ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ പറയുന്ന കാര്യങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം ഏറ്റക്കുറച്ചിലുള്ള വല്ലതും ഉണ്ടെങ്കിൽ മാത്രം തിരുത്തുകയും ബാക്കി കാര്യങ്ങളെല്ലാം നമ്മളെ കൊണ്ട് തന്നെ നടത്തിക്കുകയും അതിന് നേതൃത്വപരമായ ഒരു പങ്ക് മാത്രമേ വഹിക്കുകയുള്ളൂ. ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് തന്നെ വിട്ടു തന്നിരിക്കുകയാണ്. അപ്പോൾ അച്ഛനെയും ഏറെ സ്നേഹത്തോടുകൂടി നന്ദി അർപ്പിക്കുകയാണ് മാതൃപിതൃവേദിക്ക് വേണ്ടി. നമ്മുടെ അനിമേറ്റർ സിസ്റ്ററുണ്ട്. സിസ്റ്ററിനെ ഏറെ സ്നേഹത്തോടുകൂടി നന്ദിയോടുകൂടി ഓർക്കുന്നു. അതോടൊപ്പം നമ്മുടെ മാതൃവേദി പ്രസിഡൻറ്റ് സ്മിത തോമസ്, മാതൃവേദി പിതൃവേദിയുടെ മറ്റ് ഭാരവാഹികൾ എല്ലാവരെയും നന്ദിയോടുകൂടി ഓർക്കുകയാണ്. നമുക്ക് ഇന്ന് ഒരു ചായയും സ്നാക്സും സ്പോൺസർ ചെയ്തിരിക്കുന്നത് നമ്മുടെ സജി തോമസും അതോടൊപ്പം ഭാര്യയായ രഞ്ജിനി തോമസും കൂടിയാണ്. അവരെയും മാതൃപിതൃവേദിക്ക് വേണ്ടി ഏറെ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ഇവിടെ എത്തിച്ചേർന്ന എല്ലാ ഗ്രാൻഡ് പേരൻസിനും അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ ഗ്രാൻഡായിട്ട് തന്നെ മുൻപോട്ട് പോകാൻ സാധിക്കട്ടെ, മഹത്വമായിട്ട് തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ആരെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എല്ലാവരെയും ചേർത്ത് ഒരിക്കൽ കൂടി നന്ദി അർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. പിതൃവേദി ജയ് ജയ് മാതൃവേദി ഒന്നു ചേർന്നിന്ന് നാം ഏറ്റു ചൊല്ലിയിടണം. ജയ് ജയ് പിതൃവേദി ജയ് ജയ് മാതൃവേദി. കുടുംബമാകും വിളഭൂമിയതിൽ വിയർപ്പൊഴുക്കാൻ നമ്മെ കുടുംബനാഥൻ രക്ഷകനീശോ വിളിച്ചു ചേർത്തത് സത്യം. കുടുംബമാകും വിളഭൂമിയതിൽ വിയർപ്പൊഴുക്കാൻ നമ്മെ
കുടുംബനാഥൻ രക്ഷകനീശോ വിളിച്ചു ചേർത്തത് സത്യം. പോകാം തിരുവഴിയിൽ, നവീകരിക്കാം ലോകം. ഒന്നു ചേർന്നിന്നു നാം ഏറ്റു ചൊല്ലിയിടണം. ജയ് ജയ് പിതൃവേദി, ജയ് ജയ് മാതൃവേദി. തിരുക്കുടുംബം മാതൃകയല്ലോ, ത്രിയേക ദൈവം ശക്തി. തിരഞ്ഞെടുത്തു പ്രേക്ഷിതരാക്കി തിരുസഭയാകും വയലിൽ. തിരുക്കുടുംബം മാതൃകയല്ലോ, ത്രിയേക ദൈവം ശക്തി. തിരഞ്ഞെടുത്തു പ്രേക്ഷിതരാക്കി തിരുസഭയാകും വയലിൽ. പോകാം തിരുവഴിയിൽ, നവീകരിക്കാം ലോകം. ഒന്നു ചേർന്നിന്നു നാം ഏറ്റു ചൊല്ലിയിടണം. ജയ് ജയ് പിതൃവേദി, ജയ് ജയ് മാതൃവേദി. ഒന്നു ചേർന്നിന്നു നാം ഏറ്റു ചൊല്ലിയിടണം. ജയ് ജയ് പിതൃവേദി, ജയ് ജയ് മാതൃവേദി. ജയ് ജയ് പിതൃവേദി, ജയ് ജയ് മാതൃവേദി.